ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ട്രഷർ. കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ബാക്കിലായിരുന്നു. വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ പോരല്ലോ, എന്തെങ്കിലും ആ ഡെസ്കിൽ വെക്കാൻ വേണമല്ലോ. എൻ്റെ ഒന്നും ഉണ്ടായിട്ടാ, പ്ലെയിൻ ആയിരുന്നു. ലൈക്ക് ഓർഗനൈസേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി സാധനങ്ങളെല്ലാം കുറേ ഉണ്ടായിരുന്നു. എവിടെ എന്ത് വെക്കണം, ഓർഗനൈസായിട്ട് വെക്കാൻ പറ്റുന്നുണ്ടായിട്ടാ എന്തെല്ലോ ഞാൻ ആടിയും ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ സംഭവമൊന്നുമല്ല, സ്റ്റിൽ ഞാൻ എൻ്റെ ഡെസ്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, ദിസ് വാസ് മൈ ഡെസ്ക്. ഈസ് ഇപ്പോഴും ഇത് തന്നെയാണ് എൻ്റെ ഡെസ്ക്. ഇത് ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മുതലുള്ള ഡെസ്ക്കാണ്. ഞാൻ ഇതിൽ നിന്നാണ് പഠിച്ചതും എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും എല്ലാ ക്രാഫ്റ്റിങ്സ് എല്ലാം ചെയ്തത് ഇതാണ്. സോ ഇതിന് ഞാൻ വൈറ്റ് ആക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഞാനൊരു വൈറ്റ് സ്റ്റിക്കർ എടുത്തിട്ട് ഉപ്പാൻ്റെ സഹായത്തിൽ ഞാൻ ഫുള്ളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫുള്ള് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറേ സാധനങ്ങളും ഇതിലായിട്ട് ഒരു ഓർഗനൈസ്ഡ് അല്ലാണ്ട് എന്നിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ലൈക്ക് ഞാൻ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്രാഫ്റ്റ് ഐറ്റംസ് കുറേ ഉണ്ട്. എൻ്റെ ഒരു 2 അലമാര ഫുൾ എൻ്റെ സാധനം തന്നെയാണ്, അത് മീറ്റിയാന്നുള്ളത്. സോ കുറച്ച് ഇതിൽ വെക്കാൻ പറ്റുന്നത് മാത്രം ഞാൻ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിച്ചത് നോ ഡ്രിൽ സ്റ്റിക്കേഴ്സാണ്. ലൈക്ക് നെയിൽസ് ഡ്രില്ല് ചെയ്യേണ്ട, വെറുതെ ചുമര് വൃത്തികേടാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു സ്റ്റിക്കേഴ്സ് ആമസോൺ സെൽഫ് എഡിസീവ് നെയിൽസാണ്. അത് ആമസോൺ അല്ല, മീഷോ എന്നാണ് വാങ്ങി വെച്ചിട്ടുള്ള. പിന്നെ ഈ ഒരു ഗ്രിഡ് എൻ്റെ വീട്ടിൽ കുറേ കൊല്ലമായി, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അത് എൻ്റെ കിച്ചണിൽ മറ്റേ നമ്മളെ കയ്യിലൊക്കെ തൂക്കി വെക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഗ്രിഡാണ്. അന്നേ ഞാൻ കണ്ണു വെച്ചതാണ്, ഇതെനിക്ക് വേണം. ഇവരിപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എടുത്തു. പിന്നെ ഈ കാണുന്ന മറ്റേ മാക്രമി, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. വീഡിയോ നോക്കിയിട്ട് ഞാൻ തന്നെ ചെയ്ത് നോക്കിയതാണ്. ഫസ്റ്റ് ട്രൈ ആണ്. ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി 2 ഡ്രീം ക്യാച്ചേഴ്സ് ഞാനൊരു പേജിൽ നിന്ന് പണ്ടപ്പോഴോ വാങ്ങിയതാണ്. ഇപ്പോൾ യൂസായി. ഇതുവരെ ഞാനിതിനെ തൂക്കി വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോക്കെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാണ് ഉണ്ടായത്. ഇനി നമുക്ക് ടേബിളിൽ പോവാം. ടേബിളിൽ ഞാൻ ഫസ്റ്റായിട്ട് വാങ്ങിയൊരു ഓർഗനൈസറാണിത്. ഇതിൽ ഞാൻ എൻ്റെ ഗംസും പിന്നെ സ്കെച്ച് പെൻസും ആ ഒരു കവറിലായിട്ടുള്ളതെല്ലാം ഇതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഡബിൾ സൈഡ് ടീപ്സ്, ഇറേസേഴ്സ്, പെട്ടെന്ന് കിട്ടാൻ ഇറേസർ ഷാർപ്നേഴ്സ് എല്ലാം ഇതിലാണ്. പിന്നെ വാക്സ് സ്റ്റാമ്പ്സിൻ്റെ അതൊക്കെ. പിന്നെ ഇത് ലെറ്റർ സ്റ്റാമ്പ്സും പിന്നെ പഞ്ചും എല്ലാം ഈ ഒരു ഡ്രവറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഡിസൈൻ സിസേഴ്സ് എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബൈൻഡർ ക്ലിപ്സും അതെല്ലാം. സോ ഇത് നമുക്ക് ഈ ഒരു സൈഡായിട്ട് വെക്കാം. നെക്സ്റ്റ് ഞാൻ എൻ്റെ ജേർണൽ സപ്ലൈസ് എല്ലാം ഈ ഒരു ബാസ്ക്കറ്റിലാണ് ഫുള്ള് വെച്ചിട്ടുള്ളത്. ഇതിൽ ഫുള്ളില്ല, കുറച്ചും ജേർണൽ സപ്ലൈസ്, സ്റ്റിക്കേഴ്സും പിന്നെ അങ്ങനത്തെ കുറച്ചും എൻ്റെ ജേർണൽ ബുക്കും അതൊക്കെ ആ ഒരു ബാസ്ക്കറ്റിലാണ് ഫുള്ള് ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. സോ അത് ആ ഒരു മൂലക്കായിട്ട് നമുക്ക് വെക്കാം. അത് ഒരു നമ്മൾ ലീഗിന്ന് പുറത്തുള്ള കളറാണ്. സോ അത് ആ ഒരു സൈഡായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇന്നലെ വന്ന സാധനമാണിത്. ഇത് ഞാൻ ഫസ്റ്റ് നോക്കി വെച്ചതാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് വാങ്ങിയപ്പോൾ കളർ എനിക്ക് ബ്ലാക്കാണ് കിട്ടിയത്. അത് വലിയ ഇഷ്ടപ്പെട്ടിട്ട്, എന്നാലും സാരമില്ല പറഞ്ഞ് ഞാൻ വെച്ചു. കുറേ സാധനമുണ്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ. ഇത് കുറേ മിറേഴ്സും പേൾസും അങ്ങനത്തെ കുറേ കുഞ്ഞു സാധനങ്ങളാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഓർഗനൈസർ എനിക്ക് ഭയങ്കരത്തിൽ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഓർഗനൈസർ. ഇതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. സ്റ്റിൽ കുറേ സാധനം ഉണ്ടോണ്ട് ഞാൻ അത് റിട്ടേൺ ചെയ്തില്ല. സോ അത് ആ ഒരു മൂലക്കും ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് വെക്കാം. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഓർഗനൈസേഴ്സും നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. സോ ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഇപ്പോൾ എല്ലാ വാങ്ങിയാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇത്. ഇതൊരു കൊറിയൻ ടച്ച് വരുന്നുണ്ട്. പെഗ് ബോർഡാണ്. മിനി. എൻ്റെ എല്ലാ ഓർഗനൈസേഴ്സും എനിക്ക് വിചാരിച്ച പോലെ മിനി ചെറുത് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ ആമസോണും മീഷോയും എല്ലാം ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് ഇതിൻ്റെ സൈഡായിട്ട് വെക്കാം. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം വെച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൺസ് അഗൈൻ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ടിക്ടാക് ടോയ്. പിന്നെ എൻ്റെ ഇൻസ്റ്റക്സ് ക്യാമറ, പിന്നെ ഈ ഒരു ചെറിയൊരു ക്ലോക്ക്. ഇത് പണ്ടപ്പോൾ വാങ്ങിയതാണ്. അതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ടാണ് വാങ്ങിയത്. സോ അതും ഇവിടെ വെക്കാം. ഇന്നലെ തപ്പിയപ്പോൾ കിട്ടി.
നെക്സ്റ്റ് നമ്മൾ സെൻറ്റഡ് കാൻഡിൽസ്. ഇത് പണ്ടപ്പോൾ വാങ്ങിയതാണ്, ഇതിൻ്റെ പിങ്ക് കളർ കണ്ടിട്ട് വാങ്ങിയതായിരിക്കും മിക്കവാറും. സോ ഞാനിതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിലായിട്ട് കാൻഡിൽ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഷോക്ക്. നെക്സ്റ്റ് നമ്മൾ പെൻസിൽ ഹോൾഡേഴ്സ് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഫസ്റ്റ് റെസിനെല്ലാം പഠിക്കുമ്പോൾ ചെയ്തത് ആണ്, ഒരു ബുക്ക് മാർക്ക്. അത് ഞാൻ അതിൻ്റെ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഓരോരോ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടുകൊണ്ട് ഞാൻ പെന്ന് വേർത്ത്, എൻ്റെ ആവശ്യത്തിനുള്ള ടൂൾസ് വേർത്ത്, ബ്രഷ് പെന്ന് വേർത്ത്, അങ്ങനെ വേറെ വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കാലിഗ്രാഫിക് അലാംസ്, പിന്നെ എൻ്റെ മാർക്കേഴ്സ്, പിന്നെ വൈറ്റ്നേഴ്സ്, പെൻസിൽസ്, അതെല്ലാം. അപ്പം നമുക്ക് എടുക്കുമ്പോൾ അത് ഈസി ആയിരിക്കും. എല്ലാം ഒന്നും കൂടി വെക്കുമ്പോൾ നമ്മൾ തപ്പിയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു സാധനം വാങ്ങിയത് കുറച്ചും കൂടി വലുതെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എൻ്റെ സാധനം എല്ലാം മിനി ആയതുകൊണ്ട് മിനി ആയിട്ട് തന്നെ കിട്ടിയപ്പോൾ ഇതൊന്നേ ഉള്ളൂ എന്നാണ് ആദ്യം വിചാരിച്ചത്. സ്റ്റിൽ ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ മൈ ഡെസ്ക്. എനിക്കിഷ്ടപ്പെട്ടു. അതവിടെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ബുക്ക് ഹോൾഡർ, പിൻട്രസ്റ്റ് വർത്തായിട്ടുള്ള ബുക്ക് ഹോൾഡറാണിത്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. ലൈക്ക് ആ ഒരു കളറും ആ ഒരു ഗ്രിഡ്സും വരുന്നതെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഇത് വാങ്ങിയിട്ടുള്ളത്. അതിൽ നമ്മൾ വെക്കാൻ പോകുന്ന എൻ്റെ ഈ ബുക്സാണ്. ഇതെല്ലാം എൻ്റെ ജേർണലിങ് ബുക്സാണ്. കുറേ ടൈപ്പ് ജേർണലിങ് ഉണ്ട്. നമ്മൾ ഇഷ്ടത്തിന് ജേർണലിങ് ചെയ്യാം. ഇതാണ് ഞാൻ എൻ്റെ പിക്ചർ ജേർണലിങ്. ഞാൻ എൻ്റെ ആക്രി സാധനങ്ങളെല്ലാം വെച്ച് ചെയ്യുന്ന ഒരു ജേർണലിങ്. പിന്നെ ഈ ഒരു ബുക്കിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. പിന്നെ ഇതാണ് എൻ്റെ പ്രഗ്നൻസി ജേർണൽ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ജേർണൽ ഇതാണ്. അത് ഞാൻ ഫസ്റ്റത്തേയിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ബേബി റെക്കോർഡ് ബുക്ക്. ഇത് യൂസ് ചെയ്യാനായിട്ടില്ല. ഇതിൻ്റെ എല്ലാം ലൈക്ക് ഇൻസൈഡ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, ഞാൻ ഫുള്ള് വീഡിയോ ഇടാം ആ ബുക്ക് എന്താണെന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് വരുന്നത് എൻ്റെ ഒരു സ്കെച്ച് ബുക്ക്. അതിൽ ഞാൻ വെറുതെ സ്കെച്ച് ചെയ്യുന്ന ഒരു ബുക്കാണ്, അത് അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ബുക്ക്, എൻ്റെ ഏറ്റവും കൂടുതൽ വിഷമവും ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ മാത്രം ഞാൻ എഴുതുന്ന ഒരു ബുക്കാണിതിൽ. ഇതെൻ്റെ ലൈഫ് തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തന്നെയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നെക്സ്റ്റ് വൺ ഇതെൻ്റെ വിഷ് ലിസ്റ്റ് ബുക്ക്. ഇത് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ വിഷ് തോന്നിയെങ്കിൽ ഞാൻ ഇതിൽ എഴുതി വെക്കും. അങ്ങനെ ഒരു ബുക്കാണ്, ഒരു മിനി ബുക്ക്. ഇത് ഞാൻ ഇതിൻ്റെ അടുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബുക്ക് മാർക്കാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ പോയി ചെക്ക് ചെയ്യുക. യു ക്യാൻ വാച്ച് ഇറ്റ്. നല്ല ഒരു ക്യൂട്ടായിട്ട് കാണുന്ന ഒരു ഇതാണ്. സോ ബുക്കെല്ലാം ഞാനതിൽ ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സ്ഥലത്തായിട്ട് വെക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാം നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ക്യൂട്ട് മിനി ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാലണ്ടർ. സോ ഡേറ്റ് കുറേ ദിവസമായി മാറ്റാത്ത. സോ 22 ഇന്ന്. സോ 22 മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്യാമറേൻ്റെ പൊസിഷൻ വരുന്നിടത്ത് തന്നെ വെക്കാം. അത് എനിക്ക് ഉണ്ടാക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ആ കാലണ്ടർ. പിന്നെ ആ ഒരു ട്യൂലിപ്പിൻ്റെ ഒരു സൈഡായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മൾ ഡെക്യുപ്പേജ് പേപ്പറിൽ ചെയ്ത ആ ഒരു സൈഡും, പിന്നെ ഈ ഒരു ക്യൂട്ട് മിനി ക്യാൻവാസ് ഇതിൻ്റെ സൈഡായിട്ടും വെച്ചിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് നോക്കാം കേട്ടോ. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. എൻ്റെ ഡെസ്ക് ഇപ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കും. ഇത് കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഭയങ്കര എന്തെങ്കിലും ചെയ്യുക അങ്ങനെ ഒരു വിളിച്ചു പറയുന്ന ഒരു ഡെസ്ക് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ബാക്കി കുറേ സാധനങ്ങളുണ്ട്, അത് എനിക്ക് കയ്യെത്തുന്ന ദൂരത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതെൻ്റെ ജേർണലിങ്ങിൻ്റെ ബാക്കി സ്റ്റിക്കേഴ്സ് എല്ലാം ഇതിലും, പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് എൻ്റെ ഡ്രൈ ഫ്ലവേഴ്സും റെസിനും അതിൻ്റെ എല്ലാത്തിലും, പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഇതിലും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധനങ്ങളെല്ലാം ഓർഗനൈസ് ആയിട്ട് വെച്ചാൽ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് എല്ലാം കിട്ടിയിട്ട് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നുള്ളത്. സോ എൻ്റെ ഡെസ്ക് ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ ടു യുവർ ക്രാഫ്റ്റി ഫ്രണ്ട്സ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. സോ ബൈ.